തക്കടു ബുക്ക് എടുത്ത് വെച്ചാ? ബുക്കൊന്നും എടുത്ത് വയ്ക്കണ്ട, എനിക്ക് പോണ്ട. പോണ്ടേ? എന്താ കാര്യം? എന്താ പോണ്ട? പിന്നെ വെക്കേഷൻ ആയിട്ടൊന്ന് വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കത്തു. വെക്കേഷൻ ആയിട്ട് രാവിലെ മുതൽ എല്ലാ സമയം വീട്ടിലിരിക്കും. ഇച്ചിരി സമയമല്ലേ ട്യൂഷനുള്ളൂ. വെള്ളം അതേപോലെ കുടിച്ചോണ്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ, അതേപോലെ കുപ്പിയിൽ കൊണ്ടുവരാനല്ല. മൂത്രത്തിൽ പഴുപ്പ് വരും വെള്ളം കുടിച്ചില്ലെങ്കിൽ. ഒന്നാമത്തെ ചൂടാ. എനിക്ക് പോണ്ട. എടാ, കണക്കിന് നിനക്ക് തീരെ അറിയാൻ പാടില്ല കണക്ക്. അപ്പൊ അത് നീ പഠിക്കാതെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ചേച്ചിനെ പോലെ പഠിക്കണ കൊച്ചായിരിക്കണം. നിനക്ക് അതിനൊന്നും അല്ലല്ലോ ഇൻട്രസ്റ്റ്. ഞാൻ നല്ലപോലെ സ്കൂളിൽ പോയി നല്ലപോലെ സ്കൂളിൽ പോയിന്ന് ഭയങ്കര പഠിത്തമാണ്. നിന്റെ കയ്യിൽ നല്ല വെട്ട് കിട്ടും കേട്ടോ. ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കി, ഇന്നിപ്പോ നന്നായിട്ട് നല്ല മിടുക്കനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം അമ്മ ഒരു ഐസ്ക്രീം മേടിച്ചു തരാം. സ്കൂളിലല്ലല്ലോ, ട്യൂഷൻ ക്ലാസ്സിലല്ലേ പോകുന്നത്. നീ ഒന്ന് പോടെ ഇറക്ക അവിടെ നിന്ന്. പോവണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെയാണ്. ഒരു താല്പര്യം ഇല്ല. തിരിയടാ ഒന്ന് നീ. 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ട്യൂഷൻ ക്ലാസ്സിൽ ചെല്ലുമ്പോ 11 മണിയാവും. അപ്പത്തേനും ഇങ്ങോട്ട് പോരാറാവും. ഇച്ചിരി സമയം അവിടെ ഇരുന്നാ പോരെ തക്കടു? ഇച്ചിരി സമയോ? പറയടാ. 5 5 എത്രയാടാ? 5 5 എത്രയാ? 5 5 10. 5 3 എത്രയാ? 5 3 5. കണ്ടോ കൈ വരല് കൂട്ടണുണ്ടോ? അപ്പൊ 10ഉം 15ഉം വരുമ്പോ നീ എന്ത് ചെയ്യും? കൈ കൂട്ടാൻ നിനക്ക് ആകെ 10 വരലല്ലേ ഉള്ളൂ. അപ്പൊ കാലും കൂടി എടുക്കുമായിരിക്കും. ഇച്ചിരി വെള്ളവും കൂടി തരട്ടെ അമ്മ? നല്ല വെച്ചായിട്ട് പോയിട്ട് അമ്മ ഐസ്ക്രീം മേടിച്ചു വെച്ചേക്കാം. അമ്മ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വിടാം. അമ്മയുടെ പൊന്നല്ലേ ഇടി നീ. കുഞ്ഞിന് എന്താ ഐസ്ക്രീമാ വേണ്ടേ? എനിക്ക് വാനില. ബോളില് വേണോ അതോ മറ്റേ കോണില് വേണോ? കോണിലെങ്ങനെ ഇവിടെ കൊണ്ടുവരും? എടാ, ഇങ്ങനെ കോൺ പോലെ ഇരിക്കുന്ന ഐസ്ക്രീം അത് മതിയോ അതോ ബോളിൽ വേണോ? ഏതെങ്കിലും മതി. അമ്മയുടെ ചെരുപ്പം തേടാ കുഞ്ഞെ? എന്റെ കൂടെ ഇതെന്താ ഒരെണ്ണുള്ളോ? ശേടാ, ഇല്ല ചെറുക്ക, നോക്കട്ടെ. ഇല്ല ചെറുക്ക. ഇതിപ്പോ എവിടെ പോയത്? ഒരേ ചെരുപ്പായിട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും ദൈവമേ? ട്യൂഷന് പോണ്ടാ? ട്യൂഷന് ചെരുപ്പില്ലാതെ പോവാമ്പാ? ചെരുപ്പില്ലാതെ പോയ എന്റെ കാലിൽ ചെറു കുത്തും കല്ല്. കാലില് കല്ലൊന്നും കുത്തൂല. കുത്തും. എടാ, ഇവിടെ വാട തക്കട് ട്യൂഷന് പോവാന്ന്. ചില്ലു വല്ലതും കയറി കുത്തൂന്ന് അവിടെ വല്ലതും പോയാ. ചില്ലൊന്നും കുത്തൂല്ല മോനെ, വാടാ. ഓരോ ദിവസം ഈ ചെരുപ്പ് എന്നാലും ഇതെവിടെ പോയി? എനിക്ക് വരുന്നത് അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നിനക്ക് കാണുമ്പോ കടയിൽ കയറി എല്ലാ സാധനവും മേടിക്കാന്നുള്ളത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പിള്ളേർ കഴിച്ചോളും. ഞാൻ ഷോപ്പിംഗ്. എവിടെ പോയതാ? ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. തക്കടൊന്നും എന്താ ട്യൂഷൻ വരാത്തെ? വന്നില്ല അവനെന്ന്? ഇല്ല. അയ്യോ, അറിയത്തില്ല. എന്താന്ന്? തങ്കത്തിന്റെ അടുത്ത് കൊറേ ദിവസം മുണ്ടേ ഒന്ന് വരാൻ വേണ്ടി പറയാ. ഭയങ്കര ഉഴപ്പാ ക്ലാസ്സിൽ, ഒന്നും പഠിക്കില്ല. ഞാൻ തക്കടൂനോട് പറഞ്ഞു വിട്ടായിരുന്നു തങ്കത്തിനെ വരാൻ പറയാൻ. എന്നിട്ട് ഇതുവരെ വന്നതുമില്ല. ക്ലാസ്സിലിരുന്ന് ഓരോ കുട്ടികളെ പിച്ചലും മാന്തലും അവരുടെ പാരന്റ്സിന്റെ പരാതിയായിരുന്നു. ഇനിയിപ്പോ തങ്കത്തിന് വരാൻ പാടാണെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട, വിളിക്കണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. അവൻ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവത്തില്ല ചേച്ചിയോടെ. ടീച്ചർ ഇപ്പോ തങ്കത്തെ ഉടനെ വിളിക്കണ്ട, ഞങ്ങൾ എന്തായാലും സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി നാളെ അവനെ കൂട്ടിട്ട് ചേച്ചിയെടുത്ത് വരാൻ പറയാം. ശരി. എന്നാലും അവനാണ് കൊള്ളല്ലേ ഏട്ടാ? അല്ല, ചേച്ചിയോട് പറഞ്ഞില്ലല്ലോ. കൊച്ചുങ്ങളാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ. നീ ഒരു ചെയ്യേണ്ടത് അറിയാമോ? ചെന്നുടനെ തങ്കത്തിനടുത്ത് പറയരുത്. അവള് കേട്ട പാത് കേൾക്കാത്ത പാത് അവനെടുത്ത് അടിക്കും. ഞാനൊന്നും പറയാൻ പറയരുത്. പറയത്തില്ല. ഞാൻ പറഞ്ഞോളാം. ഇല്ല, പറയത്തില്ലെന്ന്. നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഇവിടെ?
എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? നീ എന്ത് കാര്യത്തിനാണ് ട്യൂഷന് പോകുന്നത്? നീ എന്തിനാണ് ട്യൂഷന് പോണത്? നീ എന്തുകൊണ്ടാണ് ഹോംവർക്ക് ചെയ്യാത്തത്? നിന്റെ ചേച്ചി എന്ത് അടിക്കണമെന്നോ? കേമാ ഹോംവർക്ക് ചെയ്തതാ. ഹോംവർക്ക് ചെയ്തിട്ടാണ് ടീച്ചർ പിന്നെ ഇത് പറഞ്ഞത്? മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ അവന് ചോദിക്കുന്ന കളിപ്പാട്ടം, ചോദിക്കുന്ന മുട്ടായി, ചോദിക്കുന്ന ബേക്കറി പലഹാരം എല്ലാം മേടിച്ചു തന്നിട്ട് നിന്നുണ്ടല്ലോ. ഇനി പഠിക്കോടാ, ഇനി പഠിക്കോടാ. കേമാ നീ കളിക്കാനാന്ന് പറഞ്ഞ ഈ പെരയുടെ പുറത്തിറങ്ങിയിട്ടുണ്ടോ കോന് ഞാൻ തള്ളി ഞാൻ ഇവിടെ ഇടും. ഞാൻ പഠിക്കാറുണ്ട്, ഹോംവർക്ക് ചെയ്യാറുണ്ടോടാ നീ? ഇതാണ് അമ്മയുടെ അടുത്ത് നോണ പറഞ്ഞത്. പറയണവര് നോണ. ലില്ലി മാമി പറഞ്ഞല്ലോ. ലില്ലി മാമിനോട് ട്യൂഷൻ ടീച്ചർ പറഞ്ഞല്ലോ. തർക്കുത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിലോ മോയെ ഞാൻ പല്ല് ഞാൻ പറഞ്ഞു പിന്നെ പറയണ്ടേട്ടാ, അപ്പൊ പഠിക്കണ്ടേ? പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ നല്ലപോലെ പഠിക്കത്തൊന്നും ഇല്ല, അമ്മ എപ്പോഴും തോക്കുന്നു. പഠിക്കൂല അവന് ഒരു അക്ഷരം. ആ ടീച്ചർ പറഞ്ഞെന്ന് പറഞ്ഞു കേട്ടില്ലേ? പിന്നെ എന്ത് കാര്യത്തിന് എടാ കണക്കിന്റെ പട്ടിക അറിയാൻ പാടില്ല, കണക്ക് കൂട്ടാൻ അറിയാൻ പാടില്ല, കുറയ്ക്കാൻ അറിയാൻ പാടില്ല. എന്നിട്ട് അവനെ ഞാൻ പഠിക്കില്ലായിരുന്നു. നാളെ ഞാൻ അവനെ ട്യൂഷൻ എടുക്കണം. ട്യൂഷന് പോണെങ്കിൽ ചെരുപ്പില്ലാന്ന് പറഞ്ഞ ട്യൂഷൻ പോടാ. എന്തെങ്കിലും ഒരു കാര്യം കാണാൻ കാത്തിരിക്കുക. ഒന്നല്ലെങ്കിൽ അവന് വയറുവേദന എടുക്കും, അല്ലെങ്കിൽ അവന് പല്ലുവേദന എടുക്കും. ഇപ്പൊ ചെരുപ്പല്ലേ പ്രശ്നം? ചെരുപ്പ് ഞാൻ നാളെ പഠിച്ചു കൊടുക്കും. എന്നിട്ട് മക്കളെ മാമ ട്യൂഷൻ കൊണ്ടുപോകും. കേട്ടാ മാമച്ച് കൊണ്ടുവരാം. ഒരുപാട് സുഖം കൂടിപ്പോയതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അറിയണില്ലല്ലോ. എവിടെ പോടാ നീ? അല്ല പിന്നെ എനിക്ക് വലിയ വടിയെടുത്ത് അടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പിന്നെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. എന്താ നീ എങ്ങനെ പഠിച്ചത്? അതിന് എന്നെ ചോദ്യം ചെയ്തോ? നിന്റെ കൊച്ചല്ലേ അത്? അവന്റെ ബുദ്ധിയിൽ തന്നെ കാണുള്ളൂ. പഠിക്കണ്ടേടാ പിള്ളേര്. എന്ന് പഠിക്കാനാന്നേ? അവരുടെ കൂടെയുള്ള പിള്ളേരൊക്കെ നല്ലോണം കണക്ക് കൂട്ടാനും കുറയ്ക്കാനും. എല്ലാ കുട്ടികളും ഒരുപോലെ 40 പേരുണ്ട് ഒരു ക്ലാസ്സിനകത്ത്. 40 പേരെ ബുദ്ധിയാണ്, 40 സാഹചര്യങ്ങൾ വരുന്നവരാണ്. ഇവന് മാത്രം മാർക്ക് കുറവാ. പാരന്റ്സ് മീറ്റിംഗിന് ചെല്ലുമ്പോഴത്തേനും എല്ലാ ടീച്ചർമാരുടെയും എല്ലാ പിള്ളേരുടെയും മാർക്കുകൾ ഇങ്ങനെ കാണിക്കും. ഞാൻ ആ വശത്ത് നോക്കാറില്ല. നമ്മളെ മക്കള് പഠിച്ചോളും. നമ്മൾ പഠിക്കാത്ത സൗകര്യങ്ങൾ അവർക്കുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ട സൗകര്യങ്ങളാണ് ഇപ്പൊ അല്ല, നമ്മൾ കൂടുതൽ സൗകര്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവന് മാത്സിന് പ്രോബ്ലം, അവര് വിടുന്നു. നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടാണ് പഠിച്ചത്. പക്ഷെ നമുക്കില്ലാത്ത സൗകര്യം നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോ അവർ കൂടുതൽ പഠിച്ചോളും. നാളെ നീ കൊണ്ടാക്കാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞതാണോ? ഞാൻ അവനെ പോലല്ല. ഞാനേ ഒരു കാര്യം പറഞ്ഞതാണ്. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇനി മേലാല് ചെറുക്കനെ വഴക്കുറേ നേരത്ത് ഇടയ്ക്കറം വന്നിട്ടുണ്ടെങ്കിലായിരിക്കും അവനൊരു പേടിയില്ല എന്നെ. ഇപ്പൊ നീ അടിച്ചത് ഞാൻ നിന്നെ അടിച്ച് തിരിച്ചടിച്ചു, സമാനമല്ല എനക്ക്? അതാണ്, അല്ലാതെ അല്ല. എപ്പോഴും അതെ, ഒന്ന് പേടിപ്പിക്കാതെ പറഞ്ഞ എവിടെന്നെങ്കിലും ഓടി വരും. കുട്ടികളാണ്. അപ്പൊ കുട്ടികളോടൊപ്പം നമ്മൾ കുട്ടികളുടെ മനസ്സിന് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലണം. അല്ല നമ്മുടെ ചിന്തകളല്ല അവരുടെ ചിന്ത. ഉപദേശി കുഞ്ഞപ്പൻ. ഞാനേ കൊച്ചിനെയും വിട്ടുക. തങ്കം ഓ ഇന്ന് മാമന്റെ കൂടെയാണല്ലോ എന്റെ മോൻ പോണത്. കുട്ടപ്പനായി വീഴാതെ പോ. കഴിയാറാകുമ്പത്തേക്ക് മാമൻ വരും കേട്ടോ. എത്ര ചെരുപ്പ് അവന് എത്ര മേടിക്കാമല്ലോ. എടാ അവന് മേടിക്കാൻ പോകുമ്പോ എനിക്കും കൂടി മേടിക്കണം ഒരു 7 ഇഞ്ചിന്റെ. ഒരു 7 ഇഞ്ച് അവനിട്ട് നോക്കി മേടിക്കാം. നിനക്ക് കെട്ടിയോ വരെ പറഞ്ഞാൽ മതി. എടാ ഒരു വീട്ടിലുടുക്കണ ചെരുപ്പല്ലേടാ? വീട്ടിലിടണ ചെരുപ്പ്. ഞാൻ ചാവി എടുത്തോളി. ഒരു 100 രൂപയുടെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കേട്ടാ. അയ്യോടാ 2 വള്ളിയുടെ ചെരുപ്പേ. വേഗം ചെല്ല് സമയം പോണ്. എന്നാ കൊടുക്കടാ. ഇതെന്തൊരു കൃതി? ഇത് ഈ ഒരെണ്ണം മാത്രം എടുത്തിട്ട് പോണതാരെ? ഇതെവിടെ പോയി? അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കിയേടാ. കിടപ്പുണ്ടോ നോക്കിയേ.
ചേടാ ഇത് മാമന്റെ ഏർപ്പാടുണ്ടോ? ഇതെന്തൊരു കളി ദൈവമേ. എന്തുവാടാ ഇത്? ഇവിടെ ഒന്നും ഇല്ലാട്ടാ, ഈ പരിസരത്ത് ഒന്നുമില്ല. പട്ടി വല്ലതും കടിച്ചോണ്ട് പോയോ? ഇതിപ്പോ ഇവന്റെ ഒരു ചെരുപ്പ് കാണാതായി, എന്റെ ഒരു ചെരുപ്പ് കാണാതായി. ഇതെന്ത് ഇത് ഒരെണ്ണം മാത്രം എടുക്കണ പട്ടിയാ? ഇത് നല്ല പാട്. ചെരുപ്പില്ല അങ്ങനെ ട്യൂഷൻ പോണ ഇപ്പൊ? അപ്പൊ ട്യൂഷൻ ഉണ്ടാ ചെരുപ്പില്ലാതെ അങ്ങനെ പോവും. ഇത് പിടിച്ചോ. എന്തേ ചെരുപ്പില്ലാതെ എങ്ങനെ പോവും? ചെരുപ്പില്ലാതെ ട്യൂഷൻ പോണേ. എടാ അവിടെ എടാ കടേന്ന് ഒരു ഇന്നലെയും പോയിട്ടില്ലടാ, ഒരു വസ്തു പഠിക്കൂലടാ അവൻ. അതെ പോണ്ട, ട്യൂഷൻ പോണേ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഈ അടിച്ചോണ്ട് പട്ടിയൊന്നും കണ്ടുപിടിക്കണം. പോണ്ട. പക്ഷെ എന്നാലും ചെരുപ്പ് ഇവിടെ പോയി, ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ. ഇതെന്ത് റൊണാൾഡോ അമ്മ ചുറ്റി വെച്ച് വണ്ടി അടിച്ച് പൊട്ടിക്കാൻ പോണോ? വണ്ടി അടിച്ച് പൊട്ടിക്കല്ലാണ്ട് ഇവിടുത്തെ ഒരു നട്ട് ഇളകി വരുന്നില്ല. അത് സ്പാനർ കയറ്റി ഇറക്കാനും പറ്റത്തില്ല. നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് അത് ചെയ്ത് വിജയിക്കുന്നിടത്താണല്ലോ ഹീറോയിസം വരുന്നത്. ഏത്? അത് നിനക്കേ ഈ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നല്ലോ. ഇല്ല. ഇല്ലേ? കൊടുക്കേ. സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പോയി വെറുതെ 10-12 വർഷം കൊണ്ട് കളയരുത്. സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം, യൂണിഫോം നഷ്ടം, അങ്ങനെ കുറേ നഷ്ടങ്ങളുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാന്ന് വെച്ചാൽ അത് തെരഞ്ഞു പിടിച്ച് അതിൻ്റെ കുറേ പോകണം. പഠിക്കുന്നതിനകത്ത് വലിയ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിനക്കറിയാവുന്ന മേഖല ചെയ്ത് അതിലൂടെ രക്ഷപ്പെടാൻ പറ്റത്തില്ലേ? ഉദാഹരണത്തിന് പാട്ട് പാടാൻ അറിയാം? ഇല്ലേ? സ്പോർട്സ് അറിയാം. സ്പോർട്സിൽ എന്തറിയാം? സ്പോർട്സ്, ക്രിക്കറ്റ്. അങ്ങനെയാണെങ്കിൽ അത് മതി. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു പയ്യൻ സ്റ്റാർ ആയില്ലേ, മറ്റേ രാജ് റോയൽസിന്റെ വൈഭവ് സൂര്യവംശി. അവൻ 35 പന്തിൽ സെഞ്ചുറി അടിച്ചവനാ. അപ്പൊ അവന് ബെൻസ് കാർ കിട്ടി. ഇനി ഇന്ത്യ ക്രിക്കറ്റ് ടീമിൽ കിട്ടും, കോടികൾ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പിടിച്ചാലോ? പഠിത്തം വേണ്ട. ഞാനും കളിക്കാറുണ്ടല്ലോ. എന്ത് കളിക്കാറ്? എത്രയോ ബോള് പറമ്പിൽ പോയി കിടക്കുന്നു. അത് ഇവിടുന്ന് കൈരുട്ടി എറിഞ്ഞതല്ലേ. അങ്ങനെ പോരാ. ഒരാൾ ഊക്കോടെ ബോൾ എറിയുമ്പോൾ 6 അടിച്ച് ഇവിടുന്ന് നേരെ കാര്യവട്ട സ്റ്റേഡിയത്തിൽ കൊണ്ടുവരണം. ഞാൻ പണ്ട് കളിക്കുന്ന സമയത്തേ പള്ളി ഗ്രൗണ്ടിൽ നിന്നൊരു ഒറ്റ 6 അടിച്ചിട്ട് പള്ളിയുടെ ആൾത്താരം കഴിഞ്ഞ് അപ്പുറത്തെ പിന്നെ ചെറിയ പോയി വീണു. ആ റെക്കോർഡ് ഇതുവരെ കൊടങ്ങാൾ ആരും മാറ്റിയിട്ടില്ല. അറിയാം? എന്നിട്ടൊരു ട്രോഫി പോലും കിട്ടിയില്ലല്ലോ. ട്രോഫി കിട്ടിയില്ല. ആ ബോള് കാണാത്തപ്പോ ടീം മുങ്ങൾ ചീത്ത പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിന്നെ ക്രിക്കറ്റ് അക്കാഡമി കൊണ്ടു നിർത്താം. അത് എപ്പോഴൊന്നും കളിക്കാൻ പറ്റൂല, ഇടയ്ക്കിടയ്ക്ക് കളിക്കാം. അങ്ങനെയാണെങ്കിൽ സിനിമാറ്റിക് ഡാൻസിന് പോയാലോ? താല്പര്യമില്ല. കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരി ഒന്നും താല്പര്യമില്ല. പറഞ്ഞു വന്നപ്പോ ഒന്നിനോട് യാതൊരുവിധ താല്പര്യമില്ല. കൊള്ളാം. അല്ല മച്ചമ്പയ്ക്ക് തന്നെ വേണം. മക്കളൊരു കാര്യം ചെയ്യും, പോയിരുന്ന് തൽക്കാലം പുസ്തകം എടുത്തതല്ലോ പടി. അല്ലെ എന്നോട് ഇവിടെ വന്ന് നിന്നെ പണി പഠിപ്പിച്ചു പറഞ്ഞ് നിന്റെ അമ്മച്ചി എൻ്റെ അടുത്ത് കിടന്ന് ചാടും കേട്ടോ. ശരി. ഓ ഒന്നുമില്ല. ഒരു നല്ല എടുത്തോട്ട് പണി. എന്നിട്ട് സാധ്യം വെളിയിലൊന്നും പറഞ്ഞില്ല. കാരണം വീട്ടിന്റെ മുകളിൽ കിടക്കുന്ന സ്ത്രീകളുടെ മാത്രം ഡ്രസ്സ് മാത്രം കാണാതാവുന്നു. മോശമല്ലേ? അപ്പൊ പിന്നെ ഈ പറഞ്ഞ ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോ സ്ഥിരമായപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങളൊരു പോലീസുകാരനായിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറി മോഷണം നടത്തുന്ന മോശമല്ലേ, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ സാറിനോട് കാര്യം പറഞ്ഞു. സാധാരണ ഈ പൂവാലന്മാർ ഇതിന്റെ പണികളൊക്കെ ഒപ്പിക്കുമല്ലോ. പക്ഷെ സൗകര്യത്തിന് അടുത്ത വീട് CCTV ഉണ്ടായിരുന്നു. കിട്ടി. പോലീസുകാർക്ക് ഏത് കേസാ തെളിയിക്കാത്തത്? പക്ഷെ എപ്പോഴാണെങ്കിലും കുറ്റം ചെയ്തൊരു പോകും അല്ലേ? എനിക്ക് സംശയം തുണിയെടുത്തത് ഒക്കെ ഇങ്ങനെ കേസാവോ? പിന്നെ മോഷണമല്ലേ? പിന്നെ എന്ത് കട്ടെടുത്താലും എന്ത് മോഷണം നടത്തിയ മോഷണം ഒരു കുറ്റകരമായ കാര്യമല്ലേ? എന്നിട്ട് അയാളെ പിടിച്ചുകൊണ്ട് ജയിലിട്ടല്ലേ?
ആണോ? ഇപ്പഴും ചെയ്യില്ല. പിന്നെ നല്ല അടിയും കൊടുത്തിട്ടുണ്ടാവൂല്ലേ? അടിച്ച പിടിക്കണ നേരം പോലെ അടിയാണ്. പക്ഷെ ഇവിടുത്തെ മോഷണം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ചെരുപ്പല്ലേ എടുത്തുള്ളൂ. പിന്നെ അത് മോഷണല്ലേ? ഒരു ചെരുപ്പല്ല, 2 ചെരുപ്പല്ല, എത്ര ചെരുപ്പ് എടുത്താലും മോഷണം മോഷണം തന്നെയാണ്. അത് തന്നെയല്ലടാ, ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കണല്ല. നിന്നോടുള്ള വൈരാഗ്യത്തില് മനഃപൂർവ്വം ചേച്ചിയോട് എന്ത്? ആ തക്കുടുവിന്റെ അടുത്ത് അതായത് ഈ നമ്മുടെ കുടുംബത്തോട് തീർത്താൽ തീരാത്ത പകയുള്ള ഏതോ ഒരുത്തനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കട്ടെ? സിമ്പിൾ കേസടി. ഡോഗ് സ്ക്വാഡിന് വിടും. പോലീസ് നായ. അയ്യോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലടാ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പോലീസ് നായ എന്ന് പറഞ്ഞോണ്ടല്ലേ അതിങ്ങനെ ആദ്യം വന്ന് ഇങ്ങനെ സ്മെല് ചെയ്ത് നോക്കും. ഇങ്ങനെ കുരച്ചോണ്ടല്ലേ മോഷ്ടിച്ചവിടെ നേരെ കടിച്ച് കുടഞ്ഞ് എറിഞ്ഞിടയില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ എങ്കിൽ പെട്ടെന്ന് വിളി. ആ കൊണ്ടുപോനെ കടിച്ചു കൊടന്ന് എനിക്കൊന്ന് കാണാം. അല്ല, അത് എന്റെ വീട്ടിൽ കയറി ഒരു പോലീസുകാരന്റെ വീട്ടിൽ കയറി ഒരു ചെരുപ്പ് മോഷ്ടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞത് മോശമല്ലേ? ഇപ്പൊ തന്നെ ഉറപ്പായിട്ട് ഞാനത് ഉറപ്പായിട്ട് വിളിക്കണം. പിന്നെ ഒരു 3 പോലീസായി പറയാം. ഇരിക്കട്ടെ, തലങ്ങും വിലങ്ങും ഓടട്ടെ. ഓടിച്ചിട്ട് കടിക്കട്ടെ. കടിച്ച് പിടിച്ച് അപ്പൊ തന്നെ ചെരുപ്പ് എടുത്തോണ്ട് വരും. ഈ എടുത്തവനെയും പിടിക്കും, ചെരുപ്പും പോയി എടുക്കും. ആകെ പ്രശ്നമാവുമല്ലോ. അതാണ് വേണ്ടത്. ചിലപ്പോ ജീപ്പ് പോതും പോലീസുകാർ വന്ന് ഇറങ്ങൂലടി. ആ ചെരുപ്പ് ഇവിടെ. നീ എന്തെവിടെ തപ്പിക്കൊണ്ടുവന്ന്? എന്താ പരിപാടി? പോലീസ് നായൊന്നും വിളിക്കണ്ട. അയ്യോ, പോലീസ് നായ വിളിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ചെരുപ്പെല്ലാം കാണാതെ പോയില്ലേ? മാമന്റെ പോയി, അമ്മയുടെ പോയി, എല്ലാരും ചെരുപ്പ് പോയില്ലേ? മോന്റെ പോയില്ലേ? അപ്പൊ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് നായ വരും. വന്നിട്ട് എല്ലാരും മണപ്പിച്ച് നോക്കും, ഇവിടെ ഉള്ള ആരെങ്കിലും ആണോ എന്ന് ആദ്യം നോക്കും. ഇല്ലെങ്കിൽ ഉള്ളവരെ തേടി പോവും, കള്ളന്മാരെ തേടി പോവും. ഞാനാണ് ചെരുപ്പ് ഒളിപ്പിച്ചത്. എന്തിന് മക്കളെ ചെരുപ്പ് പോയി, നമ്മളെ ചെരുപ്പ് എന്തിനാ? അത് ട്യൂഷന് പോവാതിരിക്കാൻ വേണ്ടി. ഓ, കണ്ടോ ഇവൻ എങ്ങനെ അടിക്കാതിരിക്കും? എന്താ കുഞ്ഞിന് ട്യൂഷന് പോകാൻ ഇഷ്ടമല്ലേ? എന്താ കാര്യം പോകാത്ത? ട്യൂഷന് പോകാത്ത എന്താ മക്കള്? അത് ടീച്ചർ എന്നെ വെറുതെ ഇട്ട് അടിക്കുന്നു. വെറുതെ അടിക്കൂ? വെറുതെ എന്തിനാ അടിക്കുന്നത്? ഞാൻ അപ്പുറത്തുള്ള ആളടുത്ത് സംസാരിച്ചാലൊക്കെ എന്നെ ഇട്ടടിക്കും. അതൊന്ന് ചോദിക്കണമല്ലോ. ടീച്ചർമാർ അങ്ങനെ കൊച്ചുങ്ങളെ ആവശ്യമില്ലാത്തതിന് നല്ലട എന്ത് കാര്യത്തില്ല. ടീച്ചറുടെ ശത്രുവാണ് അവൻ. പഠിക്കാൻ ചെല്ലുന്ന കുട്ടികൾ ആരുടെ ശത്രുക്കളല്ല. അധ്യാപകർ പറയുന്നത് കേൾക്കണം. പണ്ട് അമ്മ പറയാറുണ്ട്, അടിയാതെ പിള്ള പടിയാതെന്ന്. ആവശ്യം 2 അടിയെ കൊടുക്കണം പിള്ളേർക്ക്, ആവശ്യത്തിന്. അത് കൊടുത്ത ഒരു കുഴപ്പമില്ല. 2 അടിയെ കിട്ടും. മക്കളെ മാമനും മാമിയും എല്ലാരും അങ്ങനെ തന്നെ വളർന്നത്. ടീച്ചർ എന്നെ ഇഷ്ടമില്ല. അതൊന്നും ഇഷ്ടപ്പെടാത്തത്? പഠിക്കാത്തോണ്ട്, ഹോംവർക്ക് ചെയ്യാത്തോണ്ട് അല്ലേ? ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്യും. അടുത്തിരിക്കുന്ന കൊച്ചിന് ഉപദ്രവിക്കോ? കള്ളം പറയരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളെ സാരല്ലേ. നമ്മളൊക്കെ പഠിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടാ. സാരല്ല, പഠിക്കാൻ പോയാൽ മതി കേട്ടാ. ചെരുപ്പ് മാമന്റെ അമ്മയുടെ ഒക്കെ ചെരുപ്പ് കാണാൻ എങ്ങെടുത്തോ? ചെരുപ്പ് ഇവിടെ കാണാനില്ല. എവിടെ പോയി? അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ചെരുപ്പ് എവിടെ വെച്ച? നീ? ഞാൻ ഇവിടെ വെച്ചതാ, പക്ഷെ കാണാനില്ല. ഇതാണോ മാറ്റി വെച്ച ചെരുപ്പ്? ഇത് തന്നെ. ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ വന്നിടുന്ന ഒരു പരിങ്ങല്. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ഈ വീട്ടിൽ നീ എന്ത് കള്ളത്തരം കാണിച്ചാലും ആരേലും കണ്ടുപിടിക്കും. ആണോ മക്കളെ? കാരണം ഇവിടെ ഉള്ള മുഴുവൻ പഠിച്ച കള്ളന്മാരാ. സാരല്ല കേട്ടാ. പുതിയ ചെരുപ്പൊക്കെ ഇട്ട്, പഴയ ചെരുപ്പൊന്നും ഇനി വേണ്ട, പുതിയ ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ നാളെ വല്ല മാത്സ് പഠിക്കാം. തൊണ്ടി മുതൽ കൈയോടെ താർക്കാന്ന് വെച്ചാൽ കൊടുത്തരും.
യെസ്